ഹലോ ഹലോ. അതെ, നമ്മുടെ നാട്ടില് പൊതുവായിട്ട് നടന്നു വരുന്ന സംഭവമാണ്. കുറച്ച് നാൾ നമ്മൾ വിദേശത്തുണ്ടായിരുന്നു, സൗദിയിലും ദുബായിലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു പൊടിയാണെങ്കിൽ പോലും അത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ തരും. വൈകുന്നേരം പണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആരാ പണിയെന്ന് വെച്ചിട്ട് ഫൈൻ തരും. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉള്ള സൈറ്റുകളിലൊക്കെ ഒരു ഹൗസ് കീപ്പിങ്ങും ഇല്ല, മൊത്തം വലിച്ചു വാരി ഇട്ടിട്ട് പോവുക. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഇത്രയും പ്രൊഫൈലും കാര്യങ്ങളും ടിപ്സും അല്ലാതെ സീലിങ്ങിൽ ചെയ്യുമ്പോൾ എന്തോരം പൊടി ഉണ്ടാവും. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുഴുവനും ഇടിച്ചിട്ട് മൊത്തം ഞങ്ങൾ തൂത്തുവാരി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആരെയും കുറ്റം പറയുവാണെന്ന് വിചാരിക്കല് കേട്ടോ. സംഭവം ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അവർ പണിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ആശാരിമാരാണ്. ഇങ്ങോട്ട് വന്നല്ലോ, ഇതാണ് ഇതിപ്പം സംഭവം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒന്ന് കയറിയിട്ട് ചുമ്മാ ഒന്ന് തൂത്ത് കൂട്ടി ഇട്ടാൽ മതി, കഴിഞ്ഞു. വേറൊരു സൈറ്റില് ഇന്റീരിയർ വർക്ക് നടന്നത് മൊത്തം വീടിനകത്തിട്ട പെയിന്റിങ് കഴിഞ്ഞ വീടാണ്. ഇന്റീരിയർ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഭിത്തി മുഴുവനും നീല കളറായി. പിന്നെ പേര് വേറെ അടിക്കേണ്ടി വന്നു. നമ്മള് എന്തായാലും വർക്കിന് വേണ്ടി വരുന്നതാണ്. നാളെ നമുക്ക് വീണ്ടും വർക്ക് വേണം എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇത് ഞാൻ ആരോട് പറയാൻ ഈ പറയുന്ന കാര്യം എന്താണ് ഇത് പറയാൻ അർഹത എന്ന് ചോദിക്കാൻ വരുന്ന ഒരുപാട് വേറെ ആൾക്കാരുണ്ടാവും. ഞാനില്ലേ ആരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൂട്ടുകാരെ, സാന്ദർഭികമായിട്ട് ഇവിടെ ആശാരിമാരെ മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ ടൂൾസ് വൃത്തിയായി സൂക്ഷിച്ചു വെക്കും. പക്ഷേ പണിഞ്ഞ ഭാഗം വൃത്തിയായി സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൂത്തുവാരി കൂട്ടിയിടാനോ ശ്രമിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം.